മാന്യ പ്രേക്ഷകർക്ക് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടേഴ്സ് ഇന്ന് ചർച്ച ചെയ്തത് ഒരു ആഴ്ച മുമ്പേ നടന്ന ഒരു ഇൻസിഡന്റിനെ പറ്റിയാണ്. നമുക്ക് മാധ്യമങ്ങൾ കൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് അറിയാൻ സാധിച്ചതാണ്. നമുക്കത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു പക്ഷം കൂടി നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ആ ഒരു അപകടത്തെ പറ്റിയാണ്. ഒരാഴ്ച മുമ്പാണ് ഈ അപകടം നടന്നത്. മദ്രസ വിട്ട് ഇറങ്ങുന്ന ചെറിയ കുട്ടിയുടെ ദേഹത്തേക്ക് ഒരു ബൈക്ക് വന്ന് ഇടിക്കുകയും ആ കുട്ടി തെറിച്ചു പോവുകയുമാണ് ഈ ഇൻസിഡന്റിൽ സംഭവിച്ചത്. അത് വളരെ യാദൃശ്ചികമായിരുന്നു. എങ്കിലും നമുക്ക് കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു അവസ്ഥയും കൂടിയാണ്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരു വണ്ടിയിലാണെങ്കിലും ബൈക്ക് ഓടിക്കുകയോ കാറോ എന്താണ് ഓടിക്കുന്നതെങ്കിലും സ്കൂളിന്റെയോ അല്ലെ മദ്രസയുടെയോ അടുത്തെത്തുമ്പോൾ ഒന്ന് സ്പീഡ് കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ അപകടം, അങ്ങനത്തെ ഒരു അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വിശദമായ ചർച്ചയിലേക്കൊന്ന് പോയി നോക്കാം. ആ ഒരു ഇൻസിഡന്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ, നിങ്ങൾക്കും അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ഇൻസിഡന്റുകളൊന്നും നമ്മുടെ ഈ കുട്ടിയെ ജീവൻ പൊലിയാൻ സാധ്യമായിരുന്നില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ഇൻസിഡന്റിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ദൃശ്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ആ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ വിശാലമായ തിരക്കില്ലാത്ത റോഡാണ്, വിശാലമായ റോഡാണ്. റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ കുട്ടികൾ അത് ചിന്തിക്കില്ലല്ലോ. കുട്ടികൾ ചിന്തിക്കാതെ തന്നെയാണ് ഈ റോഡ് ക്രോസ് ചെയ്യുന്നതും അപകടം വരുത്തി വെക്കുന്നതും. ആ കുട്ടി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് ബാക്കോട്ടോ ഫ്രണ്ടിലേക്ക് നോക്കാതെയാണ് ആ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ആ സമയങ്ങളിലൊക്കെ, അതുപോലെയുള്ള സമയങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് അത് അവർക്ക് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ ഉള്ള ഒരു സമയം അവിടെ കിട്ടുന്നില്ല. അവർ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുവാൻ വേണ്ടി പെട്ടെന്ന് എത്തുവാനുള്ള ഒരു വ്യഗ്രതയാണ്. ആ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്? കുട്ടി ഒന്ന് ബാക്കിലോട്ടോ ഫ്രണ്ടിലേക്കോ നോക്കാതെയാണ് റോഡ് പെട്ടെന്ന് ക്രോസ് ചെയ്തത്. വളരെ വിശാലമായ റോഡാണ്, വണ്ടികളൊന്നും അധികം വരുന്നതുമില്ല. ആ രീതിയിൽ ക്രോസ് ചെയ്യുമ്പോഴാണ് ബാക്കിൽ നിന്ന് വന്ന ബൈക്ക് ആ കുട്ടിയെ ഇടിക്കുന്നതും കുട്ടി തെറിച്ചു പോകുന്നതും. ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ സ്കൂളുകളായാലും മദ്രസകളായാലും മദ്രസയിൽ നിന്നും ചെറിയ കുട്ടികൾ ഇറങ്ങി ഓടുന്ന സമയങ്ങളിൽ അവർക്ക് ആ ഓട്ടത്തിനിടയിൽ വണ്ടി വരുന്നത് ശ്രദ്ധിക്കുവാനോ അത് നിരീക്ഷിക്കുവാനുള്ള സമയം അവർക്ക് കിട്ടില്ല. അവർ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക എന്നുള്ള വ്യഗ്രതയിലായിരിക്കും ഓടുക. നമുക്ക് ആ കുട്ടികളെ ഒന്ന് നിയന്ത്രിക്കുവാനും അവരെ കൺട്രോൾ ചെയ്ത് റോഡിന്റെ മറുവശം കയറ്റിവിടാനും സാധിക്കുന്ന ഉസ്താദുമാർ, മദ്രസ പഠനം കഴിഞ്ഞ ശേഷം ഈ ഉസ്താദുമാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കുട്ടികളെ റോഡ് ക്രോസ് ചെയ്ത് അവർ പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ്, ഈ കുട്ടികളെ അവർ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവർ തിരികെ പോരേണ്ടത്. ഇത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. സ്കൂളുകളായാലും മദ്രസകളായാലും കുട്ടികൾ സ്കൂളുകൾ വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത്, മദ്രസകൾ വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ അവിടെ വന്ന് ഉസ്താദുമാർ വന്ന് കുട്ടികളെ ക്രോസ് ചെയ്ത് വിടുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് സ്ഥിരം കാഴ്ചയാണ്. ഉസ്താദുമാർ കുട്ടികളെ റോഡ് ക്രോസ് ചെയ്ത് റോഡിന്റെ മറുവശത്തേക്ക് കുട്ടികളെ വിട്ട ശേഷമാണ് ഉസ്താദുമാർ തിരികെ മദ്രസയിലേക്ക് വരാറ്, അല്ലെങ്കിൽ അവർ തിരികെ പോവാറ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കുട്ടിയുടെ അശ്രദ്ധ മൂലമാണ്. പക്ഷേ ഈ കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കുട്ടികൾക്ക് അത് ചിന്തിക്കാനുള്ള കഴിവും എത്രത്തോളം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ അപകടങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് ഈ അപകടങ്ങളെ ഒന്ന് ലഘൂകരിക്കാനുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മദ്രസകളിൽ നിന്നും സ്കൂളിൽ നിന്നും കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ വിട്ടു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുട്ടികളെ റോഡിന്റെ മറുവശം കടത്തി വിട്ടതിന് ശേഷം മാത്രമേ അധ്യാപകർ, ചെറിയ കുട്ടികളാണ് നമ്മൾ പറയേണ്ടത്, വലിയ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് നമ്മൾ ഇപ്പോൾ മുൻകരുതൽ എടുക്കേണ്ടത്. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അത് എത്ര വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും നമുക്കത് ചിന്തിക്കേണ്ടതാണ്. ഒരാഴ്ച മുമ്പാണ് ഈ അപകടം നടന്നത്. പിന്നീട് വന്ന ഈ ബൈക്ക് ഓടിച്ച ആ ഡ്രൈവർ തന്നെയാണ് ബൈക്ക് ഫ്രണ്ടിൽ കുറച്ച് നിർത്തിയ ശേഷം തിരിച്ചു വന്ന് ഈ കുട്ടിയെ എടുത്ത് മറ്റൊരു വണ്ടിയിൽ കയറ്റി, കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട്, ഈ കുട്ടിയെ കയറ്റി കാറിൽ കയറ്റി മറ്റൊരു കാറിൽ കയറ്റിയ ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കുട്ടി ആ എടുത്ത സമയത്ത് കരയുന്നത്, കരച്ചിലും നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും.
പെട്ടെന്ന് ആ സംഭവിച്ച ഇടിച്ച് തെറിച്ചു പോയതിൽ ആ കുട്ടിക്ക് ഒന്നും സംസാരം പോലും ഒരു സൗണ്ട് പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ, മുൻകരുതൽ എടുത്ത ശേഷമാണ് നമുക്ക് ഇത്രയും പ്രിക്കോഷൻസ് നമുക്ക് വേണം എന്തിനായാലും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ശ്രദ്ധിക്കേണ്ടതാണ് പറയുന്നത്. അതിന്റെ തൊട്ട് ബാക്കിൽ ഒരു ബസ് വന്നിരുന്നു. ആ ബസ് ഉള്ള ആളുകളാണ് കുറച്ച് ഇറങ്ങി അവിടെ ചെന്ന് കുട്ടിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും ആ വണ്ടിയിൽ കയറ്റാനൊക്കെ സഹായിച്ചത്. എങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു 4-5 ദിവസം കഴിഞ്ഞ ശേഷം ഈ കുട്ടി മരണപ്പെട്ടു എന്നാണ്. നമുക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാനും അല്ലെങ്കിൽ അവർക്ക് സമാധാനം നൽകാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അവർക്ക് വീടിനും അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ഇത്തരം അവസരങ്ങളിൽ നമുക്ക് കുട്ടികളെ ശ്രദ്ധിച്ച്, പണ്ടത്തെ കാലങ്ങളിലാണ് ഇത്ര ബസ്സുകളോ വണ്ടികളോ ഒന്നും റോഡുകൾ റഷായിട്ടില്ല. അന്നത്തെ കാലങ്ങളിൽ ഇത്ര ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ചെറിയ റോഡുകളാണെങ്കിലും തിരക്ക് കുറഞ്ഞ റോഡുകളാണെങ്കിലും പെട്ടെന്ന് വാഹനങ്ങൾ വരുന്നതൊന്നും കുട്ടികൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ കെയർ ചെയ്ത്, ചെറിയ കുട്ടികളാണ് അപ്പൊ അവർക്കൊന്നും ശ്രദ്ധിക്കാനോ അത് വണ്ടി വരുന്നത് കാണുവാനോ ഉള്ള ഒരു കഴിവിലോ അവർക്ക് ഉണ്ടാവില്ല. അവർ പെട്ടെന്ന് ക്രോസ് ചെയ്ത്, ചെറിയ കുട്ടികളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, റോഡുകൾ പെട്ടെന്ന് ക്രോസ് ചെയ്ത് ഓടുകയാണ് അവർ. വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അവർ നോക്കാറില്ല, ശ്രദ്ധിക്കാതെയാണ് ഈ ഓട്ടവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് ഇത്തരം അപകടങ്ങൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. സമൂഹത്തിൽ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ നമ്മളൊരു അപകടം ഉണ്ടാകുന്നത്, കുട്ടി സ്കൂൾ ബസ് കയറിയ ശേഷം സ്കൂൾ ബസ് ഇറങ്ങി സ്കൂൾ ബസ് ഇറങ്ങി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി വന്നിടിക്കുകയും ആ കുട്ടി തെറിച്ചു പോകുന്നത് നമ്മൾ കാഴ്ച കണ്ടു. അത് നമുക്ക് വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മളത് കണ്ടത്. അപ്പൊ അതുപോലെയുള്ള കാഴ്ചകൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ കാണാതിരിക്കാനും ഉണ്ടാവാതിരിക്കാനും, ഇപ്പൊ സ്കൂൾ ബസ് ആണെങ്കിലും സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന, ഇപ്പൊ സ്കൂളിലൊക്കെ ഓരോ ബസ്സിനും ആയമാരുണ്ടാവും, അല്ലെങ്കിൽ ഒരാളുകൾ നമ്മളെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനോ ഇറക്കി വിടാനൊക്കെ ആളുകളുണ്ടാവും. ഈ ഇറക്കി വിടുന്ന ആളുകളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ ബസ്സിൽ നിന്നും ഇറങ്ങി കുട്ടി ക്രോസ് ചെയ്ത് ആ കുട്ടിയുടെ വീടിന്റെ റോഡിന്റെ മറുവശത്തായിരിക്കും കുട്ടികൾ ഉണ്ടാവുക, കുട്ടികളുടെ വീടുണ്ടാവുക. അപ്പൊ അവിടേക്കാണ് ഈ കുട്ടികൾ ഓടുക. അല്ലെങ്കിൽ മറുവശത്ത് ഉമ്മ ഉണ്ടാവും, ആ ഉപ്പ ആരെങ്കിലും കാത്തിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ബസ്സിലുള്ള കുട്ടികളെ സഹായിക്കാൻ ബസ്സിലുള്ള സ്കൂൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ബസ് ഇറങ്ങിയ ശേഷം കുട്ടിയെ റോഡ് ക്രോസ് ചെയ്ത് അവരുടെ വീടിനടുത്തേക്ക് എത്തിച്ച് അല്ലെങ്കിൽ ഗേറ്റ് കടത്തി വിട്ട ശേഷമാണ് നമുക്ക് തിരികെ പോരുവാൻ സാധിക്കും. തിരികെ ആ ബസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ആ കുട്ടിയുടെ അതുപോലെയുള്ള അപകടങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ സാധിക്കും. നമുക്ക് ഈ അപകടത്തിന്റെ ദൃശ്യം ഒന്നുകൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഇത്തരം അപകടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇനി ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ അവയർനെസ് ആണ് ആവശ്യം. കുട്ടികൾക്ക് മദ്രസകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും നല്ല ക്ലാസ്സുകൾ കൊടുക്കുക. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം, വണ്ടി വരുന്നുണ്ടോ, രണ്ട് സൈഡിലേക്ക് നോക്കിയ ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാവൂ. ഇങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കുട്ടികൾ അത് ശ്രദ്ധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളോട് കൊണ്ടുള്ള അവയർനെസ് ഇല്ലാത്തത് കാരണമാണ് പല കുട്ടികൾക്കും ഈ അപകടങ്ങൾ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകർക്കും ചെറിയ കുട്ടികളെ, ചെറിയ LKG UKG അതുപോലെ ഇപ്പോൾ അധികം കുട്ടികളും സ്കൂൾ ബസ്സുകളൊക്കെയാണ് ഓടിപ്പോകുന്നത്. അതുകൊണ്ട് പിന്നെ മദ്രസകളൊക്കെ സാധാരണ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് നടന്നൊക്കെയാണ് അടുത്ത വീടുകളിൽ നിന്നൊക്കെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നത്. എങ്കിലും സ്കൂൾ ബസ്സിലാണെങ്കിൽ തന്നെ ആയമാരോ അല്ലെങ്കിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളോ ഈ രംഗത്തേക്ക് ഇറങ്ങി വന്ന് കുട്ടികളെ ക്രോസ് ചെയ്ത ശേഷം, പല സ്കൂളുകളിൽ കുട്ടികളെ നമ്മൾ കാണാറുണ്ട് റോഡ് ക്രോസ് ചെയ്യിക്കുന്നതൊക്കെ അവരെ കൂടെയുള്ള ആളുകൾ തന്നെയാണ്, ശ്രദ്ധിക്കാറുണ്ട്, അതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇതൊന്നും ചെയ്യാനോ സ്കൂളിൽ നിന്ന് ബസ് ഇറങ്ങി കുട്ടികൾ ക്രോസ് ചെയ്ത് പോകുന്നത് നോക്കുവാനോ ശ്രദ്ധിക്കുവാനോ ആളുകൾ ഇവിടെ നോക്കി നിൽക്കാറില്ല എന്നാണ്. നമ്മൾ കുട്ടികൾ ബസ് ഇറങ്ങിയ ശേഷം ഡ്രൈവർ വണ്ടിയെടുത്ത് പോകുന്നതും നമ്മൾ പല ഭാഗങ്ങളിൽ ഈസി ആയിട്ട് കണ്ടിട്ടുണ്ട്. പല തിരക്കുള്ള റോഡുകളിൽ പോലും നമ്മൾ ഈ കാഴ്ചകൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണെന്നും നമ്മുടെ നിയമ സംവിധാനം കുറച്ചുകൂടി ഉഷാറാക്കിയാൽ ഇത്രയും അവയർനെസ് കുട്ടികൾക്ക് നിയമസഭ, ഇപ്പൊ RTO പോലുള്ള ആളുകൾക്കൊക്കെ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകൾ വന്ന് സ്കൂളുകളിൽ ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതെല്ലാം മനസ്സിലാവുന്നത് എന്നുള്ളതും എനിക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ടോക്ക് ടഷേഴ്സ് ഇന്ന് ചർച്ച ചെയ്തത് ഈ കുട്ടിയുടെ കാര്യമാണ്. അപകടങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും എങ്ങനെ ഉണ്ടാകുന്നു, സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് അതുപോലെ മദ്രസയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സമൂഹവും അതുപോലെ നമ്മുടെ പ്രധാന അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ അപകടങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുക. ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ആ കുട്ടിയെ ഒരു ഉസ്താദ് ക്രോസ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ആ കുട്ടിക്ക് എന്നൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും ആളുകൾ മാറി ചിന്തിക്കേണ്ടതും അതുപോലെ കുട്ടികൾക്കും അധ്യാപകർക്കും മദ്രസ അധ്യാപകർക്കും സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കുമെല്ലാം ഒരു അവയർനെസ് ക്ലാസ് നമ്മൾ നൽകേണ്ടതാണ്. അത് നമുക്കിപ്പോ RTO വന്നില്ലെങ്കിൽ തന്നെ ഇപ്പൊ അവർക്ക് തിരക്കാണ്, ചിലപ്പോൾ അവർ വന്നില്ല, ചില സമയം കിട്ടുമ്പോഴായിരിക്കും അവർ വരിക. അപ്പൊ അവരെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ വരാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും, ഒഴിവുകളൊക്കെ അനുസരിച്ചായിരിക്കും അവർ വരിക. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്കൂളുകളിലെ അധ്യാപകർ തന്നെ കുട്ടികൾക്ക് ഒരു അവയർനെസ് ക്ലാസ് ഇതിനെപ്പറ്റി നൽകുകയും കുട്ടികളെ ഇതിൽ നിന്നും ബോധവാന്മാരാക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ മദ്രസയിലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ പെട്ടെന്ന് ഗ്രഹിക്കുകയും പെട്ടെന്ന് മനസ്സിലാക്കുകയും പിന്നെ നമ്മൾ കുട്ടികൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അധ്യാപകർ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ടോക്ക് ഷോസ് ഇന്ന് ചർച്ച ചെയ്തത് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് വാട്സപ്പ് മുഖേന നമ്മളെ അറിയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ടോക്ക് ടേഷേഴ്സ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിലെ പുതിയ സബ്ജക്റ്റുകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ്. അതുവരേക്കും നമ്മൾ ഇന്ന് വിട പറയുന്നു. ഇന്ന് നിങ്ങളോട് വിട പറയുന്നത് ഇറ്റ്സ് മീ ടോക്ക് ടേഷേഴ്സ്. ബൈ.